ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അഭിയാണെന്നുണ്ടെങ്കിൽ മാളവികനെ നൈസായിട്ട് ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുക കേട്ടോ. അവിടെ എത്തുന്നത് മാളവിക പറയുന്നുണ്ട്, സർ ഇവിടെ നമ്മൾ ചായ കുടിക്കാനല്ലേ വന്നത്, പിന്നെ എന്തിനാ ഹോട്ടലിൽ റൂം എടുത്തത്? ഓ, നമുക്ക് ചായ കൂടി മാത്രമല്ല, കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം എന്ന് പറയാണ്. മാളവിക പറഞ്ഞിട്ട്, സർ ഇതൊന്നും ശരിയല്ല സർ, എന്ത് ശരിയല്ലെന്ന്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറ്റിയാണ് മാളവികന. അതിനുശേഷം മാളവികനെ കയറി പിടിക്കാൻ വേണ്ടി അഭി ശ്രമിക്കുന്നുണ്ട്. മാളവിക ഒന്ന് വിട്ടു പോടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിനെ പിടിച്ച് തള്ളിയതിനു ശേഷം അവിടെ നോടി രക്ഷപ്പെടുകയാണ് ചെയ്യണത് കേട്ടോ. അഭിയാണെങ്കിൽ ജസ്റ്റ് മിസ്. ഈശ്വര, ഇനിയുള്ള ആർക്കെങ്കിലും പറയോ, പ്രത്യേകിച്ച് ആ നവ്യെടുത്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അഭി. അങ്ങനെ മാളവിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറുക കേട്ടോ. ഓട്ടോ എടുത്ത് പെട്ടെന്ന് തന്നെ ആ ഓട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ നാഗേന്ദ്രന്റെയും അതുപോലെ തന്നെ ഡേവിഡിന്റെ ഗുണ്ടകൾ ഓട്ടോക്ക് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വളവിലെത്തുമ്പോഴേക്കും ഓട്ടോനെ ഓവർടേക്ക് ചെയ്യാണ് അവർ. അതിനുശേഷം മാളവികനെ അവിടെ നിന്ന് അതിൽ നിന്ന് പിടിച്ച് ഇറക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോക്കാരൻ പണ്ടേ നിങ്ങൾ എന്തി കാണിക്കണത് എന്ന് പറയുമ്പോൾ ആ ഗുണ്ടകൾ ഓട്ടോക്കാരനെ നേരെ കത്തി ചൂണ്ടുവാണ്. മിണ്ടിക്കതിനെ കൊന്നുകളയും ഞാൻ എന്ന് പറയാണ്. അങ്ങനെ മാളവികനെ പിടിച്ച് പൊക്കിയെടുത്തിട്ട് അവർ ആ വണ്ടിയിൽ കയറ്റിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോട്ടോ. മാളവിക കുറെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു ഒരു രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. അങ്ങനെ ഇവരുടെ ഒരു ഗോഡൌണിൽ കൊണ്ടുപോയിടാണ്. മാളവികയുടെ അടുത്തേക്ക് ഡേവിഡ് വരുന്നുണ്ട്. ഡേവിഡ് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുമായിരുന്നല്ലേ? അയ്യോ സർ, ഇല്ല സർ, സാറിന്റെ തെറ്റിദ്ധാരണയല്ല, എനിക്ക് ചതിക്കേണ്ട ഒരു കാര്യമില്ല സർ, ഞാൻ ആത്മാർത്ഥമായിട്ട് AN ജ്വല്ലറിക്ക് വേണ്ടി പണിയെടുത്തത് എന്ന് മാളവിക പറയുമ്പോഴേക്കും അവിടേക്ക് നാഗേന്ദ്രനെ വരുന്നുണ്ട്. പിന്നെ എന്താടി ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ആദർശും അതുപോലെ തന്നെ മാളവികയും തമ്മിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഒരു ഗുണ്ട ഫോട്ടോ എടുത്തിരുന്നല്ലോ, ആ ഫോട്ടോ മാളവികക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നീയും ആദർശും സംസാരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഫോൺ കള്ളം പറയുന്നു അല്ലെങ്കിൽ ഫോട്ടോ കള്ളം പറയുന്നു എന്നാണോ നീ പറയുന്നത്? അയ്യോ സർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് അവിടെ പണിയെടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആദർശന് യാദൃശ്ചികമായി വഴിയോരത്ത് വെച്ച് കണ്ടപ്പോ വെറുതെ ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നും അല്ല ഞങ്ങൾ സംസാരിച്ചത്. ഓഹോ, അപ്പൊ നിനക്ക് വരച്ചിരുന്ന ഡിസൈനൊക്കെ ആര് വരച്ചിരുന്നതാടി? അതൊക്കെ നയനെ വരച്ചിരുന്ന ഡിസൈൻസ് അല്ലേ? പിന്നെ എങ്ങനെയാ അവരെക്കാൾ മുകളിൽ നമുക്കാവാൻ സാധിക്കുന്നത്? അവൾ വരച്ചിരുന്ന ഡിസൈൻ നീ പ്രിന്റ് ഔട്ട് എടുത്ത് ഞങ്ങളെ കാണിക്കും. ശരിയാ, നീ മുമ്പ് ഡിസൈനൊക്കെ വരച്ചിരുന്നു, പക്ഷെ വിവാഹശേഷം നിനക്ക് അതായിട്ട് ഒരു ടച്ചും ഇല്ല. സത്യം പറഞ്ഞാൽ നിനക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡിസൈൻ പോലും വരയ്ക്കാൻ അറിയില്ല. ആ നയന വരയ്ക്കുന്നത് നിനക്ക് അയച്ചു തരും, നീ അത് ഞങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തരും. ഇതല്ലേ നടക്കുന്നത്? ഇനിയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. നീയേ ഇനിയിപ്പൊ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ടാ നിന്റെ അടുത്തേക്ക് ഞാൻ തന്നെ വന്നത്. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? എന്റെ പേരാണ് നാഗേന്ദ്രൻ, AN ജ്വല്ലറിയുടെ മുതലാളി ഞാനാടി, AN ജ്വല്ലറിയുടെ CEO. AN ജ്വല്ലറി എന്റെ സൃഷ്ടിയാണ് എന്നൊക്കെ പറയണം. അപ്പോഴും ആളവിക പണ്ട്, സർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ സാറിന്റെ തെറ്റിദ്ധാരണയാണ്, ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പോഴും നീ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നോക്കുവാണല്ലേ? ഒരിക്കലുമില്ല. നീ തീർന്നോടി, ഇന്ന് നിന്റെ ശവം കാണാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ മാളവികനെ കൊല്ലാൻ പോകുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് ആദർശ് വന്നിട്ട്. ആദർശ് വേഗം തന്നെ അവിടെ നിന്ന് വലിയൊരു ചാക്ക് എടുത്തിട്ട് നാഗേന്ദ്രൻ ഡേവിഡിന്റെ തലയിലേക്ക് ഒരു ഒറ്റ എറിയാണ്. എന്നിട്ട് പറയണ്ടും, താൻ മുമ്പിലേക്ക് അതുപോലെ ഇതുപോലെ നേർക്ക് നേരെ വരാൻ വേണ്ടിയിട്ടാടോ ഞങ്ങൾ ഇത്രയും കളി കളിച്ചത് മാളവിക എന്ന് പറഞ്ഞിട്ട് മാളവികയുടെ കെട്ടഴിച്ചു വിടുവാണ്. എന്നിട്ട് നാഗേന്ദ്രനോട് പറയണ്ട്, എടാ നീ ഇവിടേക്ക് വന്നു അല്ലേ? അവസാനം നീ എന്റെ മുമ്പിൽ എത്തിയല്ലേ? അല്ലടാ, താൻ എന്റെ മുമ്പിൽ എത്തിയെന്ന് വേണം പറയാനായിട്ട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കുരുക്ക് തന്നെയാണോ? അവസാനം താൻ ഇതുപോലെ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്ന് അറിയാം. തന്നെ ചെറുപ്പത്തിൽ കണ്ട പരിചയം എനിക്കുള്ളൂ, പക്ഷെ എന്നാലും ശരിക്കും തന്റെ മുഖമൊന്നും ഓർമ്മയില്ല. തന്റെ അതേ സ്വഭാവം തന്നെയാണ് അബിക്ക്. ഇപ്പൊ മനസ്സിലായി അബി എങ്ങനെയാണ് AN ജ്വല്ലറിയുടെ മാനേജർ ആയെന്ന്. സ്വന്തം തന്തയുടെ കടയല്ലേ AN ജ്വല്ലറി, പിന്നെ അബിക്ക് മാനേജർ ആയാലും ഇപ്പൊ എന്താ പ്രശ്നം? ദേ ആദർശ് തന്റെ വാക്കുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് നാഗേന്ദ്ര പറയുമ്പോ, ആരുടെ വാക്ക് കടന്നു പോകുന്നതെന്ന് കാണിച്ചാൽ ഇപ്പിടെ പോലീസ് വളയും, പിന്നെ തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലടോ. ആര് പറഞ്ഞു എന്നെ പോലീസ് പിടിക്കുന്നു? ഡേവിഡേ, എടോ ഗുണ്ടകളെ വാ, നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. അപ്പോഴേക്കും നമ്മുടെ ആദർശ് അവരെയൊക്കെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആദർശിനെ പിടിച്ച് തള്ളിയതിനു ശേഷം നാഗേന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഡേവിഡിനെ മാത്രം അവരുടെ കയ്യിലേക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. മാളവിക എടുത്ത് ആദർശ് സോറി പറയുന്നുണ്ട്. സോറി മാളവിക, കാര്യങ്ങൾ ഇത്രയാകുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഇനി അവിടുത്തെ ജോലി വേണ്ട, റിസൈൻ ചെയ്യാനായിട്ട്. ശരിയാ സർ, സാർ എന്നോട് പറഞ്ഞതാണ്, പക്ഷെ ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ആ അബി എന്നെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി. അവന്റെ വായുന്ന എല്ലാ സത്യങ്ങളും പിടിച്ചെടുത്ത് നവ്യനെ കേൾപ്പിക്കാന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ചെയ്തത്. നവ്യക്ക് ഇപ്പോഴും അവനെ ഭയങ്കര വിശ്വാസമാണല്ലോ, ആ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ദിവസം കൂടി സാറിനോട് അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചത്. പക്ഷേ ഹോട്ടൽ റൂമിലേക്ക് കയറി പോയതിനു ശേഷം അവൻ എന്നെ കടന്നു പിടിക്കാനാണ് ശ്രമിച്ചത്. അബി നിന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു? അതെ സർ, അതും ബലാത്കാരമായിട്ട്. ഞാൻ
താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ് ചെയ്തത്. അത്ര വൃത്തികെട്ടവനാണല്ലോ, ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ കയറി പിടിക്കാൻ മാത്രം അത്ര വൃത്തികെട്ടവനാണ് അവനല്ലേ. എനിക്കറിയാം അവനെ പെണ്ണുങ്ങൾ വെച്ചാൽ ഒരു ഹരമാണെന്ന്, പക്ഷേ പരസ്പര സമ്മതത്തോടെയാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ തന്നെ പോലത്തെ ഒരു പാവം പെണ്ണിനെ കയറി പിടിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. താനെ എനിക്ക് എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ്. താൻ നോക്കിക്കോ, അബിയുടെ കരുണക്കുറ്റിനെ അടിച്ച് പൊട്ടിക്കും. മാളവിക സോറി കേട്ടോ. പിന്നെ നാളെ തന്നെ താൻ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം. ഹസ്ബൻഡിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആള് നാളെ ഇവിടെ വരും. താൻ ആളുടെ കൂടെ പോകണം UK-യിലേക്ക്. ഇത്രയും നാൾ ഞങ്ങൾക്ക് കാണിച്ച ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. പിന്നെ പൈസയുടെ കണക്ക് പറഞ്ഞാൽ തനിക്കത് പിടിക്കില്ലല്ലോ. താൻ അപ്പം പറയും ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന്. എന്നാലും ഞാനും നയനയും കൂടി ഒരു എമൗണ്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, പ്ലീസ് തിരിച്ചിടരുത് എന്ന് പറയാണ്. അല്ല സർ, ഞാനിവിടെ വന്ന കാര്യം സാർ എങ്ങനെ അറിഞ്ഞു? അല്ല, കറക്റ്റായിട്ട് ആ സമയത്ത് സാർ എങ്ങനെ എത്തി? ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ കഴിഞ്ഞു എന്ന്. എടോ, എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് എന്താണെന്നറിയാവോ? അവർ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴും താൻ എന്നെ നയനും ഒറ്റക്കൊടുത്തില്ല മുത്തശ്ശന്. ഞാൻ പറഞ്ഞില്ല സാർ, അവരെന്നെ കൊന്നിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റിക്കൊടുക്കില്ലായിരുന്നു എന്ന് പറയാണ്. സാറിനെങ്ങാനും എങ്ങനെ ഇവിടെ എത്താൻ പറ്റി കറക്റ്റായിട്ട്? എടോ, ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, നമ്മളെ സഹായിക്കുന്നൊരു വ്യക്തി, മെസ്സേജിലൂടെ സഹായിക്കുന്നൊരു വ്യക്തിനെ കുറിച്ച് ആ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു തൻ്റെ ജീവൻ ആപത്താണെന്ന്. അപ്പോഴേക്കും താൻ പോയ സ്ഥലത്തേക്ക് എൻ്റെ ആൾക്കാരൊക്കെ വന്നിരുന്നു. അബി തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ആൾക്കാർ അവിടെ കറക്റ്റ് സമയത്ത് എത്തി തന്നെ രക്ഷിക്കുമായിരുന്നു. പക്ഷെ അവിടെ താൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അപ്പോഴാണ് മെസ്സേജ് വന്നത്, തന്നെ ഇന്ന് ഗോഡൌണിൽ കൊണ്ടുപോയി എന്നുള്ള മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെടുമായിരുന്നു. സർ, എന്നാലും ആരായിരിക്കും സർ ഇങ്ങനെയൊക്കെ സാറിനെ സഹായിക്കണത്? ഇനി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ നവ്യ മേഡങ്ങാനും ആണോ? നവ്യ ആവാനൊന്നും ഒരു ചാൻസും ഇല്ല, പറയാൻ പറ്റില്ല. നവ്യക്ക് ചിലപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളെ വേറൊരു തരത്തിൽ സഹായിക്കുകയാണെങ്കിലോ? താൻ പറയുമ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറെ ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നവ്യയുടെ ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിക്കും. എന്തായാലും അതിനെ പുറകെ പോവാണെങ്കിലേ ഈസി ആയിട്ട് ആളെ പിടികിട്ടും. സേവ്യറിൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ അതിന്റെ പുറകെ പോകാത്തതിന് കാരണം ഇപ്പൊ നമ്മളെ സഹായിക്കുന്ന വ്യക്തിക്ക് കുറച്ച് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുമായിരിക്കും നമ്മൾ അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയരുതെന്ന്. അതുകൊണ്ടാണല്ലോ മറിഞ്ഞിരിക്കണത്. അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാതിരുന്നത്. താൻ പറഞ്ഞ പോലെ അത് നവ്യാണോന്ന് ഇപ്പൊ എനിക്കും ചെറിയൊരു സംശയമുണ്ട്. അതറിഞ്ഞേ പറ്റുള്ളൂല്ലോ. അല്ല, അവളുടെ ചേച്ചി അനിയത്തിനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടക്ക് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നവ്യ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാളവിക, താൻ നാളെ തന്നെ സേഫ് ആയിട്ട് UK-യിലേക്ക് പോകണം. അപ്പോഴേ എനിക്കും നയനക്കൊക്കെ സന്തോഷമാവുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെയും വിളിക്കുന്നുണ്ട്, താൻ ഭർത്താവായിട്ട് വരണം തീർച്ചയായിട്ടും സർ എന്നൊക്കെ പറയണം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആദർശ് ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാട്ടോ. ഇനി മാളവിക പറഞ്ഞ പോലെ നവ്യ ആയിരിക്കും സഹായിക്കണത്. നവ്യ ഇവിടെ ഇടയ്ക്കിടക്ക് നയനെ കാണാൻ വരുന്നുണ്ട്. അത് മാത്രമല്ല, AN ജ്വല്ലറി കഴിഞ്ഞ ദിവസം തോറ്റ് തൊപ്പിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് നവ്യക്ക് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. നവ്യയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം അവൾ ആഗ്രഹിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറി ജയിക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇനി അവൾ തന്നെയാണ് സഹായിക്കേണ്ടത്. ഇനി എന്തായാലും സേവ്യറിൻ്റെ അടുത്ത് ചോദിച്ചേ പറ്റൂ ഈ നമ്പർ ആരുടെയാണെന്ന്. അങ്ങനെ സേവ്യറെ വിളിക്കണം ആദർശ്. സേവ്യർ, നീ തിരക്കാണോ? ഇല്ല, പറയടാ. അതെ, ഞാനൊരു നമ്പർ അയച്ചിട്ടുണ്ട്, അത് ആരുടെ നമ്പറാന്ന് ഒന്ന് നോക്കി പറയാവോ? അത് സിമ്പിൾ അല്ലേ, ഒരു 5 മിനിറ്റ് ഇപ്പൊ തന്നെ പറയാം എന്ന് സേവ്യർ പറയണം. ശേഷം ആ നമ്പർ നോക്കുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു പുള്ളിക്കാരത്തിന്റെ നമ്പറാണത്. മെസ്സേജ് അല്ല, അഡ്രസ്സും പേരൊക്കെ വേറെയാണ്. ശരി, അപ്പൊ നവ്യല്ലേ, ഇത് വേറെ ആരുടെ നമ്പറാണല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ നയനെടുത്ത് ഈ പേര് പറയുന്നുണ്ട്. എടോ, തനിക്ക് ഈ വിദ്യ എന്ന് പറഞ്ഞ ആരെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല, പക്ഷെ നവ്യേച്ചിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് ഇതാണ്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ടാണ് നവ്യ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. എങ്കിൽ നവ്യനൊന്ന് കാണണമല്ലോ. എന്താ ആദർശമായിട്ട് അത് നയന ചോദിക്കുമ്പോ ഒന്നുമില്ലടോ, ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ ആദർശ് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് പോവാണ് ഈ കാര്യങ്ങൾ ചോദിക്കാൻ. ആദ്യം നവ്യ സമ്മതിക്കില്ലെങ്കിലും പിന്നീട് നവ്യ ആദർശിനോട് തുറന്നു പറയാം, അതേ ആദർശേട്ടാ, എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. അബി കള്ളനാണ്, വൃത്തികെട്ടവനാണ്, ചതിയനാണെന്ന്. അപ്പോൾ അവനെ മുൻനിർത്തി നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി പുറകേന്ന് ഞാൻ ചരട് വലിച്ചതാണ് എന്ന് പറയണം. അങ്ങനെ നവ്യയും ആദർശും പരസ്പരം കൈ കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് അടിപൊളി ഭാഗങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ വരാൻ പോണ നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ്. അതെന്തായാലും ഞാൻ ഇന്ന് വീക്കെൻഡ് പ്രൊമോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.